പെണ്ണുങ്ങളെ സ്റ്റേജിൽ കയറ്റി കുനിഞ്ഞ് നിവർന്നേ, നടുവേദന പോയി, പിടിച്ചോ, ഒറ്റത്തള്ള്, നടു പിടിച്ചു വീണു, പിന്നെ കെട്ടിയവൻ അനുഭവിച്ചോണം. അപ്പൊ ഇതൊക്കെ കൊണ്ട് എന്താ സംഭവിച്ചത്? സത്യസുവിശേഷത്തിന്റെ വഴിയാ അടയുന്നത്. ജനങ്ങൾ മടുത്തുപോയി. കൺവെൻഷൻ യോഗങ്ങൾ ആർക്കും താല്പര്യമില്ലാതായി. എന്തുകൊണ്ടാ? സത്യസുവിശേഷം വെളിപ്പെടേണ്ടടുത്തെല്ലാം ഇത്തരം മാജിക്കുകാരെ കൊണ്ട് നിറഞ്ഞുപോയി. സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് പകരം പെണ്ണുങ്ങളെ സ്റ്റേജിൽ കയറ്റി കുനിഞ്ഞ് നിവർന്നേ, നടുവേദന പോയി. വീട്ടിൽ നിന്ന് വീഴാൻ വേണ്ടി മെനക്കെട്ട് വരുന്ന പെണ്ണുങ്ങൾ കച്ച മുറുക്കി കൊടുത്തോണ്ട് വീഴാൻ വേണ്ടിയാ വീട്ടിൽ നിന്നേ വരുന്നത്. ഓ, പ്രാപിച്ചോ, പിടിച്ചോ, ഒറ്റത്തള്ള്, നടു പിടിച്ചു വീണു, പിന്നെ കെട്ടിയവൻ അനുഭവിച്ചോണം. നടു എവിടെങ്കിലും പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം മടുത്തില്ലേ? ഇന്ന് രാത്രി സത്യസുവിശേഷം കേൾക്ക. ആമേൻ. ഇതിനൊന്നും വേണ്ടിയല്ല കുഞ്ഞെ യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അങ്ങനെ എന്തെങ്കിലും ഭൗതിക നന്മ നിനക്ക് തരാനാണെന്നും നിന്റെ ഈ പൊൻവിളയിലെ കഷ്ടത മാറ്റി നിന്നെ ഇവിടുത്തെ മുതലാളിയാക്കാനാണ് യേശു നിന്നെ വിളിക്കുന്നതെങ്കിൽ യേശു അംബാനിയുടെ വീട്ടിൽ സ്ഥിരതാമസക്കാരനാണെന്ന് നീ സമ്മതിക്ക. പ്രൈസ് ദി ലോർഡ്. ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദി തിരുവനന്തപുരം പട്ടണത്തിൽ നല്ല ഫ്ളാറ്റും നല്ല കാറുമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് നീ മറക്കരുത്. ഇതിനൊന്നും അല്ല നിന്നെ കർത്താവ് വിളിക്കുന്നത്.